കേരളത്തിൽ കാലവർഷം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തുന്ന സമയമാണ് കർക്കിടകം. ഭൂമിയിൽ ഈർപ്പവും ശീതളവും ഏറ്റവും അധികമാകുന്ന നേരം. ശരീരത്തിലും മനസ്സിലും പ്രകൃതിയിലും പ്രദോഷകോപം സംഭവിക്കുകയും ദഹനപ്രക്രിയ ദുർബലമാകുകയും ശാരീരിക മാനസിക രോഗങ്ങൾക്ക് നാം ഏറ്റവും അധികം വശമതരാകുകയും ചെയ്യുന്നു. അതിനാൽ ശരീരത്തിലെ ദോഷാംശങ്ങൾ, ആമത്വം ഇവ നീക്കം ചെയ്യുവാനും ശരീരത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാനും കർക്കിടക മാസത്തിൽ പഞ്ചകർമ്മ ചികിത്സ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാകുന്നു. കഠിനമായ കാലാവസ്ഥ ഏത് കാലത്തും മനുഷ്യ മനസ്സിനെ ദോഷകരമായി ബാധിക്കാറുണ്ട്. തണുപ്പുള്ള രാജ്യങ്ങളിൽ മഞ്ഞുവീഴ്ച സമയത്ത് ആത്മഹത്യാ പ്രവണത കൂടുന്നത് ഇതിന് ഒരു ഉദാഹരണം മാത്രമാണ്. അതിനാൽ തന്നെ ഈ കഠിനമായ കാലവർഷമുള്ള കർക്കിടക മാസത്തിൽ നമ്മുടെ മനസ്സിൽ ഉളവാകുന്ന ഉത്കണ്ഠ, മടി, ഭയം, ദേഷ്യം എന്നീ മനോദോഷങ്ങൾ നീക്കം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. അതിലേക്കായി പഴമക്കാർ രാമായണ പാരായണം തുടങ്ങിയവ ചെയ്തിരുന്നു. ഇക്കാലത്ത് നമുക്ക് യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയവയിലൂടെ അതും സാധ്യമാണ്. ഇങ്ങനെ കർക്കിടക മാസത്തിലെ പഞ്ചകർമ്മ ചികിത്സയും യോഗയും മെഡിറ്റേഷനും അതിനുശേഷമുള്ള രസായന പ്രയോഗങ്ങളും ചേർന്ന് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഊർജ്ജവും പ്രസരിപ്പും ശക്തിയും കൈവരുന്നു.